നമസ്കാരം. കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പ്രസ്ഥാനം എത്രത്തോളം വലിയ രീതിയിൽ അധപ്പതിച്ചു എന്നതിന്റെ ഏറ്റവും പുതിയ ചില തെളിവുകൾ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ഇപ്പോ കോൺഗ്രസ് പ്രവർത്തകരുടെ ആയുധം എന്ന് പറയുന്നത് പേപ്പറും പേനയും മഷിയും ചുമരെഴുത്തും ഒക്കെയാണ്. കാര്യം അല്ലാതെ നേതാക്കന്മാരോട് നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞാലൊന്നും കോൺഗ്രസ് പാർട്ടിനകത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം. അതുകൊണ്ട് അവരിപ്പോൾ കണ്ണിൽ കാണുന്ന ചുമരുകളിലൊക്കെ ചുമരെഴുത്തായി എഴുതി വെക്കുകയാണ്, കടൽ കിഴവന്മാരായ നേതാക്കന്മാർക്ക്, അധികാരമോഹികളായ നേതാക്കന്മാർക്ക് ഇനിയെങ്കിലും ഒഴിഞ്ഞു പൊക്കൂടെ എന്ന്. ഏറ്റവും പുതിയൊരു ഉദാഹരണമായി ഏറ്റവും പുതിയൊരു ചുമരെഴുത്തായി പുറത്തു വരുന്നത് പത്തനംതിട്ടയിൽ നിന്നുമാണ്. പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെ തകർത്ത PJ കുര്യൻ എന്ന് പറയുന്ന ആ ഒരു മുതിർന്ന നേതാവിനെതിരെയാണ് ഇപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനോട് പറയുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിഗതി നിലനിൽക്കെ അവരിപ്പോൾ ചെയ്യുന്നത് ചുമരെഴുത്തുകളായി തങ്ങളുടെ അഭിപ്രായങ്ങളും തങ്ങളുടെ എതിർപ്പുകളും ചുമരെഴുത്തിലൂടെ എഴുതി കാണിക്കുക, നേതാക്കന്മാരെ എഴുതി കാണിക്കുക, സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു കാണിക്കുക എന്നൊരു വിദ്യയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവ്. ആ ചുമരെഴുത്തുകളിൽ, ആ പോസ്റ്ററുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്: കടൽ കിഴവന്മാരായ, പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച കടൽ കിഴവനായ PJ കുര്യന്റെ ഈ വൃദ്ധകാല വ്യാമോഹങ്ങൾ എത്രയും പെട്ടെന്ന് UDF നേതൃത്വം ഇല്ലാതാക്കണം, നിർത്തണം, നശിപ്പിക്കണം. എന്നാൽ മാത്രമേ UDF ഇനി മുന്നോട്ടൊരു ഉയർച്ച ഉണ്ടാകൂ പത്തനംതിട്ടയിൽ എന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് അല്ലെങ്കിൽ ചുമരെഴുത്തുകളാണ് പത്തനംതിട്ടയിലെ മുക്കിലും മൂലയിലും വരുന്ന കടകളിൽ പോലും ഇപ്പോ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. കോൺഗ്രസ് നേതൃത്വത്തോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരക്ഷരം പോലും തങ്ങളുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയുവാൻ സാധിക്കാത്ത സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ പത്തനംതിട്ടയിൽ നിന്നും PJ കുര്യൻ അടങ്ങുന്ന നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വരുന്ന ഈ ചുമരെഴുത്തുകൾ. ഇവർക്കെതിരെ മാത്രമല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വരുന്നുണ്ട്, മറ്റുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വരുന്നു. അതായത് അവരുടെ ആവശ്യം, കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം ഒരു നേതൃമാറ്റമാണ്. അതായത് ഈ കടൽ കിഴവന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഏതെങ്കിലും നല്ലൊരു യുവാവ് ഉയർന്നു വന്ന് കോൺഗ്രസിന്റെ തലപ്പത്ത് വരണം എന്നുള്ള തരത്തിലുള്ള ഏകദേശം യുവാക്കൾക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മുത്തശ്ശി പ്രസ്ഥാനമായ കോൺഗ്രസ് എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇത്. എന്തായാലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇനി അധികം ഓടാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ കുറച്ചധികം സീറ്റ് പിടിച്ചതിന്റെ ആ ഒരു അഹങ്കാരത്തിലാണ് പ്രതിപക്ഷ നേതാവായ VD സതീശനും KPCC പ്രസിഡന്റും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ സത്യത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്താണെന്ന്, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നടക്കുന്നത് എന്താണെന്ന് ഇത്തരത്തിലുള്ള ചുമരെഴുത്തുകളും പോസ്റ്ററുകളും വിളിച്ച് പറയുന്നുണ്ട്.